ജ്ഞാനം എന്നത് അറിവിനെയും അനുഭവങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് സ്വയത്തിനും മറ്റുള്ളവർക്കും സമൂഹത്തിനും ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാവുകയും ചെയ്യുന്ന ഒന്നാണ്. അറിവ് നേടി എന്നതുകൊണ്ട് മാത്രം ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല എങ്കിൽ അത് ജ്ഞാനമായി പരിണമിക്കില്ല. ജ്ഞാനം ഒരു വ്യക്തിയെ സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുന്നു. ഇതിനായി ജീവിതത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ലഭിച്ച അറിവുകളും അനുഭവങ്ങളും വിചിന്തനം ചെയ്യുകയും ശരിയായ ബോധ്യങ്ങൾ രൂപപ്പെടുത്തുകയും വേണം. ഇപ്രകാരം ജ്ഞാനമുള്ള വ്യക്തി സ്വയത്തിന് മാത്രമല്ല മറ്റുള്ളവർക്കും സമൂഹത്തിനുമെല്ലാം നന്മ ആഗ്രഹിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. വേദപുസ്തകം പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സദൃശവാക്യം 9 അധ്യായം 10 വാക്യം. യഹോവ ഭക്തി എന്നതിനർത്ഥം ദൈവത്തോടുള്ള ആദരവും ബഹുമാനവുമാണ്. ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും നടത്തിപ്പുകാരനുമാണ്. ദൈവനിഷേധമാണ് മനുഷ്യൻ്റെ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും കാരണം. ദൈവത്തെ ബഹുമാനിക്കാനുള്ള മാർഗം ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ദൈവകൽപ്പനകളെ മനസ്സിലാക്കുകയും അനുസരിക്കുകയും വേണം. നിരന്തരമായ ദൈവസാന്നിധ്യ ബോധത്തിൽ ജീവിക്കുകയും ജീവിതവും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കപ്പെടുകയും വേണം. ദൈവഭക്തി എങ്ങനെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു എന്ന ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവത്തെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ദൈവത്തെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായം 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ശലോമോൻ രാജാവിന് ശ്രേഷ്ഠമായ ജ്ഞാനവും അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നതിന് മുഖാന്തരമായ സംഭവത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ മകനായിരുന്നു ശലോമോൻ. ശലോമോൻ രാജാവായത് ഏകദേശം 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ആയിരുന്നു. ദാവീദ് ദൈവഭക്തിയുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അവൻ നിരപ്പ് പ്രാപിക്കുന്നതായി നാം വായിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. 40 വർഷക്കാലം ഇസ്രായേലിൻ്റെ രാജാവായിരിക്കാൻ ദാവീദിന് കഴിഞ്ഞു. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാനായി ഒരു ദേവാലയം ഇസ്രായേൽ ജനത്തിന് അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അവർ പൂജാഗിരികളിലാണ് ദൈവത്തെ ആരാധിക്കുകയും യാഗം കഴിക്കുകയും ചെയ്തു പോകുന്നത്. പൂജാഗിരികൾ കനാന്യരുടെ ആരാധനാ സ്ഥാനങ്ങളായിരുന്നു. അവിടെ ഇസ്രായേല്യർ ദൈവത്തെ ആരാധിക്കുകയും പിന്നീട് വിഗ്രഹ ആരാധനകളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തു. ശലോമോൻ രാജാവും ഇപ്രകാരം പൂജാഗിരികളിലാണ് യഹോവയ്ക്ക് യാഗം കഴിച്ചത്. താൻ രാജാവായതിനു ശേഷം ശലോമോൻ ഗിബിയോനിലുള്ള പ്രധാന പൂജാഗിരിയിൽ ദൈവത്തിന് യാഗം കഴിക്കുന്നു. അന്ന് രാത്രി അവിടെ വെച്ച് സ്വപ്നത്തിൽ യഹോവ ശലോമോന് പ്രത്യക്ഷനാകുന്നു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് പറയുന്നു. ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം തരണമേ എന്നാണ്. ശലോമോൻ്റെ ഈ ആവശ്യം ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായി. ദൈവം അവന് ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയത്തെ കൂടാതെ അവൻ അപേക്ഷിക്കാത്ത സമ്പത്തും മഹത്വവും അവന് നൽകി. കൂടാതെ ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് ദൈവവഴിയിൽ നടന്നാൽ ദീർഘായുസ് കൂടി നൽകുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ശലോമോൻ ലോകത്തിൽ ഏറ്റവും വലിയ ജ്ഞാനിയായി അറിയപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ജ്ഞാനമാണ്. അത് നേടിയില്ല എങ്കിൽ മറ്റെന്തു തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ വിവേകവും ജ്ഞാനവും നേടുന്നതിന് നാം പ്രാധാന്യം നൽകണം. അതിനുള്ള മാർഗം ദൈവബോധവും ദൈവകൽപ്പനകളുടെ പ്രമാണവുമാണ്. നാം ദൈവബോധത്തിൽ വളരുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവഴിയിൽ വളർത്തുവാനും നമുക്ക് കഴിയണം. രണ്ടാമതായി, ദൈവ ഇഷ്ടം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവ ഇഷ്ടം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. 1 യോഹന്നാൻ 3 അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനുള്ള മാർഗങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കണം. അതുകൊണ്ട് നമ്മുടെ അപേക്ഷകളെയും ആവശ്യങ്ങളും ദൈവ ഇഷ്ടപ്രകാരം ഉള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും വളരെ പ്രധാനമാണ്. ഇപ്രകാരം ദൈവ ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നിശ്ചയമായും ഉത്തരം തരുമെന്ന് യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിന് കാരണം അത് ദൈവ ഇഷ്ടപ്രകാരം ഉള്ളതല്ലായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനകളും ദൈവ ഇഷ്ടത്തിന് അനുസൃതമാകാൻ നാം ശ്രദ്ധിക്കണം.
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യതയെപ്പറ്റി യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം എന്ന് യോഹന്നാൻ പറയുന്നു. ഇവിടെ മരണത്തിലുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം എന്നിങ്ങനെ പാപത്തെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു. മരണത്തിനല്ലാത്ത പാപം അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ ശരിയായ ഉപദേശങ്ങൾ നൽകി ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ ചുമതലയാണ്. എന്നാൽ മരണത്തിനുള്ള പാപം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും തിന്മയിലും സ്വാർത്ഥതയിലും ദൈവനിഷേധത്തിലും ജീവിക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ള തെറ്റുകൾ ദൈവം ക്ഷമിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യോഹന്നാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച അറിവുകളും അനുഭവങ്ങളും നിസ്സാരമാക്കാതെ ദൈവത്തെ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായി തീരാൻ നമുക്ക് കഴിയണം. മനുഷ്യൻ ജീവിക്കുന്നത് തിന്മകൾ നിറഞ്ഞ ലോക ചുറ്റുപാടിലാണ്. അതിൽ നിന്ന് സ്വയം രക്ഷ നേടുവാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് ദൈവിക ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും പ്രസക്തി. സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും ദുരാഗ്രഹങ്ങൾക്കും പിന്നിൽ പോകാതെ ജ്ഞാനവും വിവേകവുമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. മൂന്നാമതായി, മറ്റുള്ളവരെ തിന്മയിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിലൂടെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ പിതാവിനോട് നന്ദി അർപ്പിക്കുന്ന ഭാഗമാണ്. യേശു ദൈവിക ശുശ്രൂഷകൾക്കായി തൻ്റെ ശിഷ്യന്മാരെ കൂടാതെ 70 പേരെ തിരഞ്ഞെടുക്കുകയും അവരെ താൻ പോകുവാനുള്ള പട്ടണങ്ങളിൽ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായി അയക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ദൈവത്താൽ ശുശ്രൂഷകൾക്കായി നിയോഗിക്കപ്പെടുന്ന വ്യക്തികളാണ് ദൈവിക ശുശ്രൂഷകർ. അവരുടെ വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യേണ്ടത് ദൈവജനത്തിൻ്റെ കടമയാണ്. ദൈവിക ശുശ്രൂഷകരെ നിഷേധിക്കുന്നതും ദോഷം വരുന്നതും ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ അയക്കപ്പെടുന്ന ശുശ്രൂഷകർ മടങ്ങി വന്ന് അവരുടെ പ്രവർത്തന അനുഭവങ്ങൾ യേശുവിനോട് വിവരിക്കുന്നു. അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ ഭാഗത്ത് പറയുന്നില്ല. എങ്കിലും അവർ സന്തോഷത്തോടെ മടങ്ങി വരുന്നു എന്നും ഭൂതങ്ങൾ തങ്ങൾക്ക് കീഴടങ്ങുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു. മനുഷ്യനെ തിന്മയുടെ അടിമത്തു നിന്നും ആധിക്യത്തു നിന്നും വിടുവിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. മദ്യപാനം, മയക്കുമരുന്ന്, അസൂയ, പ്രതികാരം, പക്ഷം പിടിക്കൽ, അത്യാഗ്രഹം, സ്വാർത്ഥത, ഇങ്ങനെ മനുഷ്യനുള്ള തിന്മകൾ അനവധിയാണ്. ഇപ്രകാരം യേശു അയച്ച വ്യക്തികൾക്ക് പലരെയും ദൈവത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ പിതാവിന് നന്ദി പറയുന്നത്. കാരണം വളരെ ശ്രേഷ്ഠരായ മതനേതാക്കൾക്കും ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്നവർക്കും സാധിക്കാത്ത കാര്യമാണ് യേശുവിനാൽ അയക്കപ്പെട്ട സാധാരണക്കാരായ വ്യക്തികൾക്ക് നിർവഹിക്കുവാൻ സാധിച്ചത്. ഇത് ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രകടനമാണ്. അതുകൊണ്ട് വ്യക്തികളെ തിന്മയിൽ നിന്നും വിമോചിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അവർക്ക് നൽകുവാൻ പ്രയത്നിക്കുന്ന മാതാപിതാക്കൾ ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുവാനും ദൈവകൽപ്പനകൾ ഉപദേശിക്കുവാനും മറന്നു പോകരുത്. മാതാപിതാക്കൾ ദൈവത്തെ അറിയുന്നവരും ആരാധിക്കുന്നവരുമാകണം. അതിലൂടെ ദൈവിക ജ്ഞാനമുള്ളവരാകുവാനും പുതിയ തലമുറയെയും മറ്റനേകരെയും ദൈവിക ജ്ഞാനത്തിൽ നയിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.